കൊല്ലം കണ്ണനല്ലൂർ എന്ന പ്രദേശത്ത് ഒരു യുവതിയുടെ ദുരിതത്തിൻ്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് ആ കുടുംബം കഴിഞ്ഞു ഇന്ന് കിടപ്പിലാണ്. അരയ്ക്ക് താഴെ പൂർണ്ണമായും തളർന്നു കിടക്കുന്ന ആ യുവതി നിങ്ങൾ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ യുവതിയാണിത്. ആ യുവതിയോട് തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാം. ആ യുവതി ഇന്ന് കിടപ്പിലാണ്. നിങ്ങളെല്ലാവരും സുമനസ്സുകൾ അവരെ സഹായിക്കണം, അത്യാവശ്യമാണത്. ഈ യുവതിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളെല്ലാവരും സഹായിച്ചേ പറ്റത്തുള്ളൂ. ആ യുവതിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ ഈ കാലിൻ്റെ ഡിസ്കിനകത്ത് നരമ്പെല്ലാം കൂടെ പടഞ്ഞിരിക്കുന്നു. അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് മെയിൻ ന്യൂറോളജി കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിന് 2-3 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. ഞങ്ങളായി ഒരു നിവർത്തിയില്ല. എൻ്റെ കെട്ടന് 2 കണ്ണിൻ്റെ കാഴ്ചയും പോയി കുറഞ്ഞിരിക്കും. എനിക്ക് 2 മക്കളാ, അവർ പഠിച്ചോണ്ടിരിക്കുക. വീടെല്ലാം പണയത്തില്ല, ഒരു നിവൃത്തിയില്ല. നിങ്ങൾ സഹായിച്ചാലേ എൻ്റെ കാല് നേരെയാവത്തുള്ളൂ. നിങ്ങൾ സഹായിക്കണം എന്നെ. ഇല്ലെങ്കിൽ എൻ്റെ കാല് തളരുമെന്ന് പറയുന്ന എന്നെ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണം. എന്നെ രക്ഷപ്പെടുത്തണം. യുവതിയുടെ കരച്ചിൽ നമ്മളെല്ലാവരും കേട്ടതാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് ഒരാഴ്ചയ്ക്ക് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3-3.5 ലക്ഷം രൂപ ചിലവ് വരുന്നതാണ്. അതിൻ്റെ ഭർത്താവ് കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഇതിനു മുമ്പ് ഒന്ന് സംഭവിച്ച് ട്രീറ്റ്മെൻറ്റ് കൂടി ഏകദേശം ഒന്ന് റെഡിയായി വന്ന് ഒരു 6 മാസത്തോളം കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു 6 ദിവസം മുമ്പ് ആൾ വീഴുന്ന രീതിയായി. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനിങ് മറ്റു കാര്യങ്ങൾ നടത്തിയപ്പോൾ ഡിസ്ക് ചുരുങ്ങി അവിടുത്തെ പിടുത്തം വിട്ട് ഇനി ഏകദേശം മറ്റ് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല. ഈ ഒരു സർജറിയിൽ കൂടി മാത്രമേ രക്ഷപ്പെടുത്താനാവൂ. ആൾ എത്രയും പെട്ടെന്ന് ഈ സർജറി നടത്തിയില്ലെങ്കിൽ ആൾ തളർന്നു പോകുന്ന ഒരവസ്ഥയിലാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 3-3.5 ലക്ഷത്തോളം മൊത്തത്തിൽ വരുമാനം വരും. അങ്ങനെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ഞാൻ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. 2 വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റിലാണ്. 60% കാഴ്ച പോയി, 40% ഉള്ളു. അതിപ്പം ഒരേ പോയിൻ്റ് കണക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. പിന്നെ മറ്റുള്ളവരുടെ ഒരു സഹായത്തിലാണ് ഇപ്പം ജീവിതമാർഗം നടന്നു പോകുന്നത്. 2 മക്കൾ, അവർ രണ്ടും പഠിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് അവരാണ് നമ്മളെ ഏക ആശ്രയം. അവരാണ് എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമിച്ച് ഹെൽപ്പിനായി നിൽക്കുന്നത്. മറ്റു മാർഗമൊന്നുമില്ല. എല്ലാവരും കനിവുള്ളവർ മാക്സിമം നമ്മളെ ഈ ഒരു കാര്യത്തിന് വേണ്ടി സഹായിക്കുക. അവരുടെ ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് നമ്പരും ഇതിനകത്ത് തന്നെ ഇടുന്നതായിരിക്കും. കഴിവുള്ളവർ, നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ, ആർക്കും അസുഖം നേരത്തെ വരുന്നതല്ല, ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, പെട്ടെന്നുള്ള സംഭവമാണ്. ഇതിപ്പോൾ സർജറി ചെയ്തില്ലെങ്കിൽ അരയ്ക്ക് താഴെ തളരുമെന്നാണ് പറയുന്നത്. ഒരാഴ്ച എമർജൻസിയാണ്, ഒരാഴ്ചക്കകം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് എല്ലാവരും നിങ്ങളെ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അവരെ സഹായിക്കുക. ഇതേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ.